വലിയ കളിക്കാരനാകണം എന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. കോച്ചിങ്ങിനൊക്കെ പോയതാ. അപ്പോഴാണ് അസുഖം ബാധിച്ചത്. നല്ല ട്രീറ്റ്മെന്റ് കൊടുത്ത അസുഖം മാറുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ട്രീറ്റ്മെന്റിന് എത്ര രൂപ വരുമെന്നാ പറഞ്ഞു? ഒരു 10 ലക്ഷം വരെ വേണ്ടി വരും. ആ, ടെൻഷൻ അടിക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ നമുക്ക് മീറ്റിംഗ് തുടങ്ങാം അല്ലേ? ആ ആ വിനുവിനെ കാണുന്നില്ലല്ലോ, നീ ഒന്ന് വിളിച്ചാൻ പറ. അല്ല ബിനോട്ടാ, നിങ്ങളെവിടെ പോയി കുത്തിരിക്കുക? ഇന്നിവിടെ മീറ്റിംഗ് വെച്ച വിവരം നിങ്ങൾക്ക് അറിയൂലേ? പ്രോഗ്രാമോ? എന്ത് പണിയാ നിങ്ങൾ ഈ കാണിക്കുന്നത്? നിങ്ങളെല്ലാരും പഠിപ്പിക്കാൻ ഭയങ്കര ഉഷാറാണല്ലോ. നിങ്ങളോരോ ഒലക്കും പറയണ്ട. എന്നാ നമുക്ക് തുടങ്ങുക. നമ്മൾ ഇന്നിങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ വെക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ബാബുവേട്ടൻ്റെ സുഹൃത്തിൻ്റെ മകൻ്റെ ചികിത്സക്ക് ആവശ്യമായ പൈസ കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. നമുക്കെല്ലാവർക്കും കൂടി സഹായിക്കാം. കുറച്ചൊക്കെ നാട്ടുകാരിന്ന് പിരിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും നമുക്ക് ഈ ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്താലോ? എന്താ എൻ്റെ അഭിപ്രായം? ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ പോസ്റ്റ് ചെയ്താൽ ഈ കുട്ടിയുടെ അസുഖവിവരം ജനങ്ങൾ അറിയില്ലേ? എന്നാലല്ലേ ആ കുട്ടിക്ക് ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്താൻ കഴിയൂ. സഹതാപം. ഞാൻ വേറൊരു മാർഗം ആലോചിക്കായിരുന്നു. എന്ത് മാർഗം? നമ്മുടെ കേരളത്തിൽ 3 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ 10 ലക്ഷം ആൾക്കാർ ഓരോ രൂപ എടുത്താൽ ആ കുട്ടിയുടെ ചികിത്സയ്ക്കുള്ള പണമാവില്ലേ? നീ എന്തായാലും ഉദ്ദേശിക്കുന്നത്? എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അത് എത്രത്തോളം വർക്കൗട്ട് ആവുമെന്നറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കാം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അല്ല അല്ലേ, ഈ പ്ലാനിങ് ഒക്കെ നടക്കൂ? അൻവറെ, നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. നടക്കാൻ ഒരൊറ്റ കാരണമേ ഉണ്ടാവും, അത് നടക്കുമെന്നുള്ള വിശ്വാസം. ആ, നീ മാറ്റിയല്ലേ? ഞാൻ എപ്പോഴേ റെഡി. മറ്റുള്ളവരൊക്കെ എവിടെ പോയി? കളി തുടങ്ങാറായോ? ആ, തുടങ്ങാറായി. അല്ലാഹ് ഫാദുക. അലി, നിന്റെ ഈ മുന്നേറ്റങ്ങൾ, നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എനിക്ക് പലപ്പോഴും പേടി തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോഴൊക്കെ നിന്നെ ഞാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ നിന്റെ ആ ധൈര്യത്തിൽ നീ കൈവരിച്ച നേട്ടം, ആ നേട്ടങ്ങൾ കൊണ്ട് ഈ നാടിനുണ്ടാകുന്ന മാറ്റങ്ങൾ, നീ കാരണം ഒരുപാട് പേരുടെ ജീവിതങ്ങളാണ് മാറി മറിഞ്ഞിട്ടുള്ളത്. സത്യം പറയുകയാണെങ്കിൽ എല്ലാമുണ്ടെന്ന് കരുതുന്ന എനിക്ക് പോലും ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് നീ ചെയ്തിട്ടുള്ളത്. അഭിമാനമുണ്ട് എനിക്ക് നിന്റെ ജ്യേഷ്ഠനായതിൽ. നീയാണ് ശരി. നാട്ടിലെ ഒരു യുവജന സംഘടനയുടെ സഹായത്തോടെ
അലി ഒരു പ്രദർശന മത്സരം സംഘടിപ്പിച്ചു. സോഷ്യൽ മീഡിയ വഴിയും മറ്റും വലിയ പബ്ലിസിറ്റി കൊടുത്തതിനാൽ അതിന് നല്ല ജനപിന്തുണ ഉണ്ടായി. ആ കളിയിലൂടെ ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ മുഴുവൻ തുകയും അലി കണ്ടെത്തി. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ട് അലിയുടെ ജീവിതത്തിന്. നൂലേ, എനിക്ക് അലിയെ ഒന്ന് പരിചയപ്പെടണം. അങ്കിളെ, സത്യം പറഞ്ഞാൽ അങ്കിളിനെ അലിയായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ വന്നത്. അങ്കിളും അലിയും പരിചയപ്പെടേണ്ടവരാ. നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അങ്കിളുടെ എല്ലാ പ്രശ്നങ്ങളും തീരും, എനിക്ക് ഉറപ്പാ. അങ്ങനെ അലിയുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അലി തരണം ചെയ്തു. ആ നാട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ അലി കൊണ്ടുവന്നു. പക്ഷേ ഒരു കാര്യത്തിൽ അലി ഒന്ന് പതറി. ഉമ്മ, അലിക്കുണ്ടാകുന്ന കുട്ടി അലിയെ പോലെ തന്നെ ആയി പോവോ? സൈറബാനുവിന്റെ ആരെങ്കിലും ഉണ്ടോ? സൈറബാനു പ്രസവിച്ചു, ആൺകുട്ടിയാണ്. ഓ, കപ്പ കഴിഞ്ഞല്ലോ. ആ കഴിഞ്ഞു. നാളെ വണ്ടി വരുമോ? ആ, നാളെ വരും. നാളെ ഒരു ലോഡ് ഇവിടെ കൊണ്ട് തീർക്കാം. ആയിക്കോട്ടെ. വേറെന്താ വേണ്ടത്? കുറച്ച് കേബേജ് വെച്ചോ, പിന്നെ കുറച്ച് പടവലുണ്ട് വെച്ചോ, പിന്നെ ഒരു 5-6 കുമ്പളവും വെച്ചോ. ബാക്കിയൊക്കെ നാളെ വെക്കാം. ആ ആയിക്കോട്ടെ. ചേട്ടാ, പച്ചമുളക് വെക്കണം. പച്ചമുളകുണ്ട്. പിന്നെ വരവെന്തെങ്കിലും? ഒന്നുമില്ല, നാളെ വെക്കാം. ആയിക്കോട്ടെ. ചേട്ടാ, കയറി പോവല്ലേ? പോ. ഇനി എന്താ പരിപാടി? ഇനി സാധനം എടുത്തിട്ട് കുമാരേട്ടനെ കടയിൽ കൊടുക്കും. നീ പോവാ? ആ, പോവാ. അലിയുടെ ജീവിതത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠമുണ്ട്. ജീവിതം പോരാടാനുള്ളതാണ്. പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ നാം പരാജിതരല്ല. എപ്പോഴാണോ നമ്മൾ പിന്മാറുന്നത്, അപ്പോൾ മാത്രമാണ് പരാജയം. മതിയോ? ഓക്കെ, എന്നാ ശരി. അത് മതിയാ? ഓ മതി. നല്ല വഴുതിനെങ്കിൽ പച്ചമുളകുണ്ട്. അതൊക്കെ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അതെയാ? ആ ശരി. ഓക്കെ.
ആ ഹലോ സിക്കന്ദറേ, എവിടെയാ? ആ ഏയ് അങ്ങനെയൊന്നുമില്ല, അതൊരു ഫാമാ, പച്ചക്കറീൻ്റെ, ഓർഗാനിക് വെജിറ്റബിൾ. ആ പാർട്ണർഷിപ്പിലാ. അതൊരു കൃഷ്ണദാസ് എന്നാളാ. ഞങ്ങൾക്ക് ചെറിയൊരു പാർട്ണർഷിപ്പ്. ആ നീ ഇങ്ങോട്ട് വാ. ആ സ്ക്രിപ്റ്റ് എവിടം വരെ? ഓ കഴിയാറാ. അങ്ങോട്ട് ഇറങ്ങുമ്പോൾ വിളി. ആ ശരി. അലി എന്തൊക്കെ പോയി? തക്കാളി ഉള്ളി എത്ര? 2 വണ്ടി. ആ നമ്മുടെ മണിയൂര നായർ കടയിലേക്ക് ഒരു 4 പെട്ടിക്ക. ആ ആ സിക്കന്ദർ വിളിച്ചോ? ആ വിളിച്ചിരുന്നു. എവിടം വരെയായി സിനിമയൊക്കെ? ശരിയായി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ആ അപ്പൊ സിനിമ നടനാവാൻ പോവാ അല്ലേ? കൺഗ്രാറ്റ്സ്. ആ നകുലേ, നീ എവിടെ? ഞാൻ ഫാമിലുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ അലി ഓ